എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. പൈസ ഇല്ലാതെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയത്. എന്നെ മരണത്തിന് വിട്ടുകൊടുക്കല്ല, എനിക്ക് ജീവിക്കണം. നമസ്കാരം, എൻ്റെ പേര് ആതിര കൃഷ്ണ. എനിക്ക് 29 വയസ്സാണുള്ളത്. ഞാൻ മുത്തോലി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. 4 വർഷത്തോളമായി ഞാൻ കിഡ്നി ഫെയിലറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 2010 എനിക്ക് എൻ്റെ അമ്മ കിഡ്നി തന്നതാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മയും പപ്പായും മരിച്ചുപോയി. എന്നെ വിട്ടു പോയിട്ട് 1.5 വർഷമായി. എനിക്ക് ആപ്പാടെ ഈ സഹോദരൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. പൈസ ഇല്ലാതെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയത്. എന്നെ മരണത്തിന് വിട്ടുകൊടുക്കല്ല, എനിക്ക് ജീവിക്കണം. എൻ്റെ ചേട്ടായി മാത്രമുള്ള എനിക്ക് ഇവനെ വിട്ടു പോകാൻ പറ്റത്തില്ല. എനിക്ക് ജീവിക്കണം. എല്ലാവരും പറ്റുന്ന പോലെ എന്നെ സഹായിക്കണം. 36 ലക്ഷം രൂപ വേണം എനിക്ക് ജീവിതത്തിലായിട്ട് തിരിച്ചു വരാൻ. നിങ്ങളുടെ ഓരോ രൂപ എനിക്ക് അത്ര വിലപ്പെട്ടതാണ്. നിങ്ങൾ എന്നെ കൈവിടല്ല. എനിക്ക് എൻ്റെ ചേട്ടായുടെ കൂടെ ജീവിക്കണം. എന്നെ കൈവിടല്ല ആരും. നിങ്ങളൊന്ന് സഹായിക്കണം. എനിക്കൊരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഇവിടെ വിട്ടിട്ട് 36 ലക്ഷം രൂപ ആണ് ഞാൻ ചെയ്തത്. എനിക്കിവിടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അമ്മേനെ വിട്ടു കൊടുത്തോടെ എനിക്കിവിടെ മരണത്തിന് വിട്ടു കൊടുക്കാൻ പറ്റിയത്. കാണുന്നവരെല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. സഹോദരങ്ങളെ, ഞാൻ കോട്ടയം മുത്തോലി പഞ്ചായത്ത് 12-ാം വാർഡിൽ ആതിര കൃഷ്ണയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആതിര കൃഷ്ണയുടെ വിവരം അറിയുകയുണ്ടായി. ഞാൻ ഇന്ന് വന്നപ്പോൾ ഈ കുട്ടിയെ കാണാൻ വന്നപ്പോൾ വളരെ ദയനീയമാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ. 29 വയസ്സുള്ള ഒരു പൊന്നുമോളാണ്. അവൾക്ക് ജീവിക്കണം. അവളൊരു അനാഥയായ കുട്ടിയാണ്. അച്ഛനില്ല, അമ്മയില്ല, ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ഇവരൊരു വാടക വീട്ടിലാണ്. ഈ സഹോദരൻ കൂലിവേല ചെയ്താണ് ഈ കുട്ടിയെ നോക്കുന്നത്. ഇപ്പൊ നിരന്തരം അവളുടെ ജീവൻ നിലനിർത്തുന്ന കോട്ടയം മാർസ്ലി വയലിൽ 3 ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്താണ്. ഒരു ഡയാലിസിസിന് 2000 രൂപയാകും. അതുപോലും എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ. ഈ കുട്ടിയുടെ ജീവൻ നമ്മൾ